ശ്രീ ദിനുവെയിൽ ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങളോടുള്ള പ്രതികരണം നടത്തി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. സമൂഹത്തിൽ പ്രത്യേകിച്ച് പുതുതലമുറയിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് സ്വാഭാവികമാണ്. അതിനുള്ള അത്തരത്തിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസിന്റെ ഭാഗമായി നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഒരു ഡിറ്ററന്റ് എഫക്റ്റ് ഉണ്ടാക്കുന്ന പണിഷ്മെന്റ് ആയിരിക്കും ഇത് എന്നുള്ളതാണ് വാദം. അതായത് ടോക്സിക് റിലേഷൻഷിപ്പുകൾ, അതിൽ നിന്ന് പുറത്തു കടക്കൽ, അല്ലെങ്കിൽ പ്രണയം നിരസിച്ചാൽ ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ, ഇത് റയറസ്റ്റ് ഓഫ് റയർ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പ്രണയം നിരസിച്ചതുകൊണ്ടുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാനുള്ള കൊലപാതകങ്ങൾ, ഇത് രണ്ടും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് റയറസ്റ്റ് ഓഫ് റയർ ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഒരു ഡിറ്ററൻസ് ആവും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ കരുതുന്നത് ഒരുപക്ഷെ പണിഷ്മെന്റുകളേക്കാൾ കൂടുതൽ പ്രിവെൻഷൻ എന്ന് പറയുന്നതാണ് ഇത്തരം കാര്യങ്ങൾക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായി വേണ്ടത്. ടോക്സിക് ആയിട്ടുള്ള പ്രണയങ്ങൾക്കകത്ത് നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി മനുഷ്യരെ ഇനേബിൾ ചെയ്യുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള റിഫോർമേഷൻ വളരെ അത്യാവശ്യമായി വേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷനും കൺസെന്റിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇത്തരം ബന്ധങ്ങൾക്കകത്ത് നിന്ന് പുറത്തു കടക്കേണ്ട സമയത്ത് പുറത്തു കടക്കാനുള്ള ഊർജവും ഇത് വയലേഷൻ ആണെന്ന് മനസ്സിലാകുന്ന ഒരു തലത്തിലേക്ക് മനുഷ്യർക്ക് മാറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സമാനമായിട്ട് തന്നെയാണ് ഗാർഹിക പീഡനം അടക്കമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള നിയമസാക്ഷരതയുടെ ഒരു തുടർച്ച കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ബെൽ ഹുക്സ് ഓൾ അബൌട്ട് ലവ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രണയത്തിന്റെ പേരിൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെങ്കിൽ, പ്രണയത്തിന്റെ പേരിൽ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ, പ്രണയത്തിന്റെ പേരിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ, പ്രണയത്തിന്റെ പേരിൽ ചതികൾ നടത്തുന്നുണ്ടെങ്കിൽ അതൊന്നും തന്നെ പ്രണയമല്ല, സ്നേഹമല്ല. എന്നാൽ അതെല്ലാം പ്രണയരാഹിത്യമാണ്, സ്നേഹരാഹിത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്.